ഇനി എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ പേപ്പർ നോക്കാം. 2024 തന്നെയാണ് പേപ്പറാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഒരാൾ 650 രൂപയ്ക്ക് വാങ്ങിയ തേങ്ങകൾ 598 രൂപയ്ക്ക് വിൽക്കുന്നു. നഷ്ടശതമാനം എത്ര? എങ്ങനെയാണ് നഷ്ടശതമാനം കാണുക? നഷ്ടശതമാനം എന്ന് പറഞ്ഞാൽ നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. അത് എത്രയാണ് വരിക? നഷ്ടം അപ്പം എത്രയാണ്? അതായത് നഷ്ടം കണക്കാക്കാൻ വിറ്റ വില മൈനസ് വാങ്ങിയ വില അല്ലേ? അപ്പൊ 598 മൈനസ് 650 എന്ന് പറഞ്ഞാൽ എത്ര വരും? അതായത് 650 598 മൈനസ് ചെയ്യുക അല്ലേ? 598 രണ്ടും ആണ് 600, പിന്നെ ഒരു 50 കൂടിയും, അപ്പൊ 52 എന്നുള്ളതാണ് ഇവിടെ വരിക അല്ലേ? 52 നഷ്ടം. എത്രയമ്മ? വാങ്ങിയ വില എന്താണ്? 650 രൂപയമ്മ ബൈ 650 ഇൻറ്റു 100. അപ്പൊ 0 വെട്ടിക്കളഞ്ഞു. 65 5 പോവും, ഓരഞ്ച് 5, 3 15, ഇവിടെ 25 10, 13 ഇതില് 4 പ്രാവശ്യം പോവും. 4 ഇൻറ്റു 2 എത്രയാണ്? 8. അപ്പൊ 8% എന്നുള്ളതാണ് നഷ്ടം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 18 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 18 ഡിവൈഡഡ് ബൈ 6 മൈനസ് 5 എത്ര? അതായത് ആദ്യം ബോർഡ് മാസ് റൂള് നമ്മൾ കീപ്പ് ചെയ്യണം. എങ്ങനെയാണ് ബോർഡ് മാസ് റൂള് എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അത് ചെയ്യണം. ഇനി ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ആദ്യം ഡിവിഷൻ ചെയ്യണം, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡീഷൻ, പിന്നെ സബ്ട്രാക്ഷൻ. അപ്പൊ ഇവിടെ ഡിവിഷൻ ആദ്യം ചെയ്താൽ എന്ത് വരും? 18 ഡിവൈഡഡ് ബൈ 6 3 വരും. 2 ഇൻറ്റു 3 എത്രയാണ്? 6. 6 മൈനസ് 5 എത്രയാണ്? 1. 18 ഡിവൈഡഡ് ബൈ 1 എത്രയാണ്? 18. അപ്പൊ എ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ബസ്സിന്റെ വേഗത 52 കിലോമീറ്റർ പെർ മണിക്കൂർ ആയാൽ 6 മണിക്കൂറിൽ ബസ് സഞ്ചരിക്കുന്ന ദൂരം എത്ര? അതായത് ദൂരം കണക്കാക്കാൻ എന്ത് ചെയ്യണം? വേഗത ഇൻറ്റു സമയം അല്ലെ? വേഗത കണക്കാക്കാൻ ദൂരം ബൈ സമയം ആവുമ്പോ ദൂരം ഈക്വൽ ടു വേഗത ഇൻറ്റു സമയം. വേഗത എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 52 കിലോമീറ്റർ പെർ അവർ. പിന്നെ എത്ര മണിക്കൂർ കൊണ്ടാണ്? 6 മണിക്കൂർ. അപ്പൊ 52 ഇൻറ്റു 6 എത്രയാണ്? 26 12 1 56 31 31 312 കിലോമീറ്റർ എന്നുള്ളതാണ് എന്ത് വരിക? അതിന്റെ 312 കിലോമീറ്റർ ആണ് ദൂരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1 മുതൽ 9 വരെയുള്ള സംഖ്യകളുടെ തുക എത്ര? 1 പ്ലസ് 2 പ്ലസ് എക്സിട്ര പ്ലസ് 9. ഇത് എത്രയാണ്? ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുകയാണ് അല്ലെ? ആദ്യത്തെ 9 എണ്ണൽ സംഖ്യകളുടെ തുകയാണ്. അത് കാണാനുള്ള വാക്യമുണ്ട് n ഇൻറ്റു n പ്ലസ് 1 ബൈ 2. അത് എങ്ങനെയാണ്? n എന്ന് പറഞ്ഞാൽ എത്ര എണ്ണാണ് ഉള്ളത് ഇതില്? 1 തൊട്ട് 9 വരെ എന്ന് പറഞ്ഞാൽ 9 എണ്ണം. 9 ഇൻറ്റു 9 പ്ലസ് 1 എത്രയാണ്? 10 ബൈ 2. ഇതില് 5 പ്രാവശ്യം പോവും. 9 ഇൻറ്റു 5 45. അപ്പൊ ഏതാണ്? സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കൂട്ടത്തിൽ പെടാത്തതേത്? ത്രികോണത്തിന് 3 വശങ്ങള്, സമചതുരത്തിന് 4 വശം, ചതുരത്തിന് 4 വശം, ലംബകത്തിന് 4 വശം. അപ്പൊ 4 വശം ഇല്ലാത്തത് ഏതാണ്? ത്രികോണം. അതാണ് കൂട്ടത്തിൽ പെടാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സമചതുരത്തിന്റെ പരപ്പളവ് 289 ചതുരശ്ര മീറ്റർ ആയാൽ ഒരു വശം എത്ര? പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിസ്തീർണമാണ്. വിസ്തീർണം എങ്ങനെയാ കാണുക? സമചതുരത്തിന്റെ വശം ഇൻറ്റു വശമാണ്. വശം ഇൻറ്റു വശം എന്ന് പറയുന്നത് 289 ആയാൽ ഒരു വശം എത്ര വരും? ഇതിന്റെ സ്ക്വയർ റൂട്ട് ചെയ്യണം അല്ലെ? സ്ക്വയർ റൂട്ട് എങ്ങനെയാണ് ചെയ്യുക? 289 ഘടകങ്ങളായി നോക്കുക. അപ്പൊ നമുക്ക് എന്താണ് ഇവിടെ ഒറ്റയുടെ സ്ഥാനത്ത് 9 വരണം അല്ലെ? അപ്പൊ ഓപ്ഷൻ നോക്കൂ. 9 ആണ് വെച്ചെങ്കിൽ 19 ഇൻറ്റു 19 ആണ് വെച്ചെങ്കിൽ 9 ഇൻറ്റു 9 81 1 വരിക ഒറ്റയുടെ സ്ഥാനത്ത്. ഇവിടെ ആകുമ്പോഴോ 8 64 4 എന്നാണ് വരിക. ഇവിടെയും 8 64 4 എന്നാണ് ഒറ്റയുടെ സ്ഥാനത്ത് ആക്കാൻ വരിക.
അപ്പൊ 17 നോക്കൂ, 7 × 7 49. അപ്പൊ 9 ഒറ്റയുടെ സ്ഥാനത്ത്. അപ്പൊ ഇത് തന്നെയാവും. 17 × 17 നോക്കൂ, 7 49, 4 7 4 11, 1 7 1 1 9 8 2 289. അപ്പൊ ഏതാണ് കറക്റ്റ് ആൻസർ? 17 മീറ്റർ എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മകന്റെ പ്രായത്തിന്റെ 3 ഇരട്ടിയാണ് ഇപ്പോൾ അച്ഛന്റെ പ്രായം. 10 വർഷം കഴിഞ്ഞ് മകന്റെ പ്രായത്തിന്റെ ഇരട്ടിയാകും അച്ഛന്റെ പ്രായമെങ്കിൽ മകന്റെ ഇപ്പോഴത്തെ പ്രായം എത്ര? മകന് എസ് എന്നും അച്ഛന് എഫ് എന്നും കൊടുത്താൽ അച്ഛന്റെ പ്രായം എഫ് എന്ന് പറയണത് എന്താണ്? മകന്റെ പ്രായത്തിന്റെ 3 ഇരട്ടി, 3s ആണ്. ഇനി 10 വർഷം കഴിഞ്ഞ അച്ഛന്റെ പ്രായം എത്ര വരും? എഫ് പ്ലസ് 10. മകന്റെ പ്രായം എത്ര വരും? എസ് പ്ലസ് 10. ഇനി എന്താ പറഞ്ഞേക്കണേ? അച്ഛന്റെ പ്രായം 10 വർഷം കഴിഞ്ഞ് മകന്റെ പ്രായത്തിന്റെ ഇരട്ടി, അതായത് 2 × s+10 ആവും എഫ് പ്ലസ് 10 എന്ന് പറയണത്. അപ്പൊ എഫിന് 3s എന്ന് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത എന്ത് വരും? 3s + 10 = 2s + 2 × 10 20. അപ്പൊ എസിനെ ഇങ്ങോട്ട് കൊടുത്താലോ 3s - 2s s = 20. ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയ 20 - 10, അത് എത്രയാണ്? 10. അപ്പൊ എസ് എന്നുള്ളത് 10. മകന്റെ പ്രായം എന്താണ്? 10 എന്ന് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 2 4 5 എന്നീ സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായി ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ. അതെങ്ങനെയാണ് കാണുക? ഏറ്റവും ചെറിയ സംഖ്യ, പൂർണ്ണമായി ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് കണ്ടത്? ലസാഗു ആണ് കണ്ടത്. ലസാഗു എന്ന് പറഞ്ഞാൽ LCM കാണണം, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അപ്പോ ലസാഗു എങ്ങനെ കാണുക? 2 4 5. ഇതില് 3ലും പോണതുണ്ടോ? ഇല്ല. 2 എണ്ണത്തിൽ പോണത് 2 പോവും അല്ലെ? 2. ഇത് എത്ര പ്രാവശ്യം പോവും? 1 പ്രാവശ്യം. ഇവിടെ 4ല് 2 എത്ര പ്രാവശ്യം ഉണ്ട്? 2 പ്രാവശ്യം. ഇത് ഈ 5 അങ്ങനെ തന്നെ എഴുതാം. ഇനി ഏതെങ്കിലും പോവോ? ഇല്ല. അപ്പൊ ഇത് LCM എങ്ങനെയാ കാണുക? ലസാഗു എന്ന് പറയുന്നത് ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്തതാണ്. അപ്പൊ 2 × 5 10, 10 × 2 20. 20 ആണ് എന്തെന്ന് പറയണത്? അതിന്റെ ലസാഗു, അതായത് പൂർണ്ണമായി ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ. അപ്പൊ ഏതാണ് ഓപ്ഷൻ? ഡി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 9:3 64 എത്ര? അതായത് ഇസ്റ്റു അല്ല, ശരിക്കും അവര് പറയണത് ഈ 3 ഒരു ബന്ധമുണ്ട് 9ലേക്ക്. അപ്പൊ ഏതിനാണ് 64ലേക്ക് ബന്ധം ഉണ്ടാവുക? 3ന്റെ സ്ക്വയർ ആണ് 9 അല്ലെ? അപ്പൊ ഏതിന്റെ സ്ക്വയർ ആണ് 64? 8ന്റെ സ്ക്വയർ ആണ് 64. അപ്പൊ ഡി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്രമമായി പൂരിപ്പിക്കുക. 2 5 8 ഡാഷ്. 2 കൂടെ 3 കൂട്ടിയാലാണ് 5 കിട്ടുക അല്ലെ? 5 കൂടെ 3 കൂട്ടിയാലാണ് 8 കിട്ടുക. അപ്പൊ 8 കൂടെ 3 കൂട്ടിയാലോ 11. അപ്പൊ ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവർ ഒഴിവാക്കിയതാണ്, പക്ഷെ ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്ന്. 1/10 എന്ന് പറയുന്നത് 0.1 ആണെന്ന് തന്നുണ്ട് അല്ലെ? 10/100ന്റെ ദശാംശ രൂപം. അതായത് ഇത് എങ്ങനെയാണ് എഴുതണത്? ഏറ്റവും താഴെ എത്ര പൂജ്യമുണ്ടോ പോയിന്റ് കഴിഞ്ഞിട്ട് അത്രയും സ്ഥാനം വരും എന്നാണ് പറയണത്. അപ്പൊ 10 എന്ന് എഴുതി. 10 / 100 എന്ന് പറഞ്ഞാൽ 100ൽ 2 പൂജ്യമാണ് ഉള്ളത് അല്ലെ? അപ്പൊ 2 സ്ഥാനം നീക്കി കുത്തിടണം. അപ്പൊ 0.10. ഈ 0.10 എന്ന് പറയുന്നത് തന്നെയാണ് 0.1 അല്ലെ? അപ്പൊ 2 ഉത്തരം ഇതിൽ ശരിയാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കും അവര് ക്യാൻസൽ ചെയ്തത്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനെയാണ് കിട്ടുക എന്നുള്ളത് ഓർത്തു വെക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മാർക്കുകളുടെ ശരാശരി എത്ര? 52, 62, 32, 42, 22 അല്ലെ?
അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടിയാൽ എന്ത് വരും? I 2 10 അല്ലെ? 0 വരും, 1 ക്യാരി ഓവർ. അപ്പൊ എന്താണ്? 5 1 6, 6 6 12, 12 3 15, 4 19, 2 21. 210 ആണ് ടോട്ടല്. ടോട്ടല് ഡിവൈഡഡ് ബൈ എത്ര സംഖ്യകളുണ്ട്? 2 4 5 സംഖ്യകൾ. ടോട്ടല് ഡിവൈഡഡ് ബൈ 5 എന്നുള്ളതാണ് ശരാശരി വരിക. അത് എത്രയാണ് വരിക? 21 4 5 20, 10 25 10, 42 എന്നുള്ളതാണ് ആൻസർ വരിക. അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഇങ്ങനെ കിട്ടില്ല, ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ അറിയില്ല എങ്കിൽ 210 ഡിവൈഡഡ് ബൈ 5 ചെയ്യണം. അപ്പൊ 4 5 20, 1 ബാക്കിയുണ്ട്, 10 ഇത് ഇങ്ങോട്ട് എഴുതി, അപ്പൊ 10 ആയി. എത്രയാണ്? 2 പ്രാവശ്യം. അപ്പൊ 10 ശിഷ്ടം 0, 42 കിട്ടി. ഇങ്ങനെ ചെയ്താലും വേണ്ടില്ല, പക്ഷെ കുറച്ച് സമയമെടുക്കും. അപ്പൊ അതുകൊണ്ടാണ് മറ്റോണം ചെയ്യുകയാണ് വെച്ചെങ്കിൽ നിങ്ങൾക്ക് കുറേയും കൂടി സമയം ലാഭിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. അര പ്ലസ് മുക്കാൽ. 1/2 എന്നുള്ളതിന് അര എന്ന് പറയും. 3/4 എന്നുള്ളതിന് മുക്കാൽ എന്ന് പറയും. അരയും മുക്കാലും കൂടി കൂടിയ എന്താണ്? 1/4 1/4. അതൊന്ന് 1 കുറച്ചാൽ എന്താണ്? കാല്. അപ്പൊ ഇത്രയേ ഉള്ളൂ സംഭവം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 1/2ഉം 3/4 കൂടി കൂട്ടാൻ വേണ്ടി ഈ 2നെ 4 ആക്കണം. എങ്കിലേ നമുക്ക് അംശങ്ങളും കൂട്ടാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇവിടെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്താണ്? ഇവിടെ 2 + 3 ആയി. അതെത്രയാണ്? 5/4 അല്ലെ? 5/4. അതൊന്ന് -1 ആണ് പറയണേ. 5/4 -1 എന്ന് പറഞ്ഞാൽ ഒന്നിനെ എന്ത് എഴുതാം? 4/4 എന്ന് എഴുതാം. 5 - 4 എത്രയാണ്? 1. 1/4. അതാണ് ഈ സംഖ്യ. നമുക്ക് വെറുതെ ആലോചിച്ച് കിട്ടാവുന്നതേ ഉള്ളൂ. അരയും മുക്കാലും കൂടി കൂടിയ 1/4 ആണ് എന്നുള്ളത് അല്ലെ? അരയും അരയും കൂടി കൂടിയ 1 ആണ്. കാലും കാലും കൂടി കൂടിയ അരയാണ്. കാലും അരയും കൂടി കൂടിയ മുക്കാലാണ്. ഇതെല്ലാം നിങ്ങൾ പഠിച്ചു വെക്കണം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് അതൊന്ന് പഠിച്ചു വെച്ചാൽ വേഗം നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 15/p = 3 ആയാൽ p എത്ര? ഈ pനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ ഡിവൈഡഡ് ബൈ p എന്നുള്ളത് ഇൻറ്റു p എന്നാവും. ഈ 3നെ ഇങ്ങോട്ട് കൊടുത്താൽ ഇൻറ്റു p എന്നുള്ളത് എന്താവും? ഡിവൈഡഡ് ബൈ 3 എന്നാവും അല്ലെ? അപ്പൊ p എന്ന് പറയുന്നത് എന്താവും? അതായത് 3p = 15 ആയാൽ p = എന്ത് വരും? 15/3, അതായത് 5. മനസ്സിലായോ? അതായത് ഈ 15/p എന്ന് പറയുന്നത് 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ രണ്ടിനെയും കൂടി ഇങ്ങോട്ട് വരുത്തിയ 3p എന്ന് പറയുന്നത് 15 എന്ന് കിട്ടി. ആ 3p ആണ് ഞാൻ ഇവിടെ എഴുതിയത്. 3p = 15. അപ്പൊ p എത്രയാണ് വരിക? 15. ഈ 3 ഇൻറ്റു എന്നുള്ളത് അങ്ങോട്ട് കൊണ്ടുപോയി ഡിവൈഡഡ് ബൈ 3. അപ്പൊ 5 എന്ന് ആൻസർ കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വരിയിൽ ദിയ മുന്നിൽ നിന്ന് 8ാമതും പിന്നിൽ നിന്ന് 5ാമതും ആണെങ്കിൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്? മുന്നിൽ നിന്ന് 8ാമത് അല്ലെ? മുന്നിൽ നിന്ന് 8ാമതും പിന്നിൽ നിന്ന് എത്രയാണ്? 5ാമതും. പക്ഷെ ഒരേ ആളെ തന്നെയാണ് പറയണത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ വരിയിൽ എത്ര ആളുണ്ടെന്ന് നോക്കാൻ ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് 1 മൈനസ് ചെയ്യണം. അപ്പൊ 8ഉം 5ഉം കൂടി കൂട്ടിയ എത്രയാണ്? 13. 13ന്ന് 1 മൈനസ് ചെയ്ത എത്രയാണ്? 12. അപ്പൊ ആകെ വരിയിൽ എത്ര ആളുകളുണ്ട്? 12 ആളുകള്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 3ന്റെ ഗുണിതമായി വരുന്ന ഏറ്റവും ചെറിയ 3 അക്ക എണ്ണൽ സംഖ്യ. അപ്പൊ നിങ്ങൾ ഓപ്ഷനിലേക്ക് നോക്കുക. ഓപ്ഷനില് ഡിജിറ്റുകളില്ലേ, അതായത് ഇതിന്റെ ഓരോ സംഖ്യകളും തമ്മിൽ കൂട്ടുക. അപ്പൊ എത്ര കിട്ടും? 1 1 2. 2 3ന്റെ ഗുണിതാണോ? അല്ല. അപ്പം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 100 ഒന്നാണ്. 1 + 0 + 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1നെ 3 കൊണ്ട് 3ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് പറയാൻ പറ്റുമോ? 3ന്റെ ഗുണിതമായിട്ട് പറയാൻ പറ്റുമോ? ഇല്ല. 1ഉം 2ഉം കൂടിയ 3. 3 3ന്റെ ഗുണിതാണോ? അതെ. അപ്പൊ 102നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പൊ എളുപ്പ വഴിയാണ് ഇത്.
അതായത് ആ സംഖ്യകളെ തമ്മിൽ കൂട്ടിയിട്ട് ആ സംഖ്യ 3ന്റെ ഗുണിതമായി വരുന്നുവെങ്കിൽ ആ സംഖ്യയെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് 3ന്റെ ഗുണിതമായി വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 5 സ്ക്വയർ ഈക്വൽ ടു 25 ആയാൽ 0.5 സ്ക്വയർ എത്ര? 5 സ്ക്വയർ 25 പറഞ്ഞുണ്ടോ? ഉവ്വ്. 0.5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0.5 ഇൻറ്റു 0.5 ആണോ? അതെ. അപ്പൊ പോയിന്റ് ഇല്ല എന്ന് വിചാരിക്കുക, അത് 5 ഇൻറ്റു 5 അപ്പൊ ഇത് 25. ഇനി പോയിന്റ് ഉണ്ടെച്ചെങ്കിൽ എന്ത് ചെയ്യണം? പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനമുണ്ട്? ഒരു സ്ഥാനം ഇവിടെ, ഒരു സ്ഥാനം ഇവിടെ. അപ്പൊ ഗുണനഫലത്തിൽ എന്ത് സ്ഥാനം വരും? 2 സ്ഥാനം വരും. അതായത് ഇത് രണ്ടും കൂടി കൂട്ടിയത്, അതായത് ഒരു സ്ഥാനം ഒരു സ്ഥാനം 2 സ്ഥാനം. അപ്പൊ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം വരണമെച്ചെങ്കിൽ എവിടെ പോയിന്റ് ഇടണം? ഇവിടെയാണ് പോയിന്റ് ഇടേണ്ടത്. 0.25 എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 8 രൂപ കൂടി കിട്ടിയാൽ രാജുവിന് 100 രൂപ തികയ്ക്കാമായിരുന്നു എങ്കിൽ രാജുവിന്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? അതായത് ഒരു സംഖ്യ എക്സ്, അതിന്റെ കൂടെ 8 രൂപയും കൂടി കൂട്ടിയാൽ 100 രൂപയാവും. അപ്പൊ എക്സ് എങ്ങനെയാ കണ്ടുപിടിക്കുക? 100 മൈനസ് 8 അല്ലെ? അത് എത്രയാണ്? 92. അപ്പൊ ഡി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാറ്റേൺ നോക്കി പൂരിപ്പിക്കുക. എങ്ങനെയാണ്? 1 ഇൻറ്റു 3 എന്ന് പറയണത് 2 സ്ക്വയർ മൈനസ് 1 2 ഇൻറ്റു 4 എന്ന് പറയണത് 3 സ്ക്വയർ മൈനസ് 1 3 ഇൻറ്റു 5 എന്ന് പറയുന്നത് 4 സ്ക്വയർ മൈനസ് 1 ഇവിടെയൊക്കെ എന്താ ചെയ്യണേ നോക്കൂ. അതായത് ഇവിടെ 1 ആവുമ്പോ അതിന്റെ 1 പ്ലസ് 1 2 സ്ക്വയർ വന്നു, പിന്നെ മൈനസ് 1. ഇനി 2 പ്ലസ് 1 3 സ്ക്വയർ മൈനസ് 1 3 പ്ലസ് 1 4 സ്ക്വയർ മൈനസ് 1. അപ്പൊ ഇത് എങ്ങനെയാ വരിക? 10 പ്ലസ് 1 11 സ്ക്വയർ മൈനസ് 1. അപ്പൊ എ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 11 സെന്റിമീറ്റർ നീളവും 8 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിന്റെ പരപ്പളവ് എത്ര? പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിസ്തീർണമാണ്. വിസ്തീർണം ആണ് പരപ്പളവ്. അപ്പൊ വിസ്തീർണം എങ്ങനെയാ കണ്ടുപിടിക്കുക? ഒരു ചതുരത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കണം വെച്ചെങ്കിൽ നീളം ഇൻറ്റു വീതിയാണ്. അപ്പൊ നീളം എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 11 സെന്റിമീറ്റർ. വീതി എത്രയാണ്? 8 സെന്റിമീറ്റർ. അപ്പൊ 11 ഇൻറ്റു 8 എത്രയാണ്? 88. അപ്പൊ ഏതാണ് ആൻസർ? എ എന്നുള്ളതാണ് ആൻസർ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ കയ്യിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.